നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാളയിൽ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികൃതർ ജാഗ്രത പുലർത്തിയില്ലെന്ന് ആക്ഷേപം. ദേശീയപാതയിലെ ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് MLA സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കും റോഡിലെ കുഴികളുടെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. മിന്നൽ ചുഴലിയിൽ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് വ്യാപക നാശനഷ്ടം. തിരുവത്ര പുത്തൻ കടപ്പുറം മദ്രസ പരിസരത്താണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഓട് വീണ് 2 പേർക്ക് പരിക്കേറ്റു. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കൊടുങ്ങല്ലൂർ പടാക്കുളത്ത് പനി ബാധിച്ച് യുവാവ് മരിച്ചു. തച്ചിപ്പറമ്പിൽ ഗോപാലൻ മകൻ 43 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. എലിപ്പനിയാണെന്ന് സംശയം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ചൂണ്ടലിലെ സിഗ്നൽ സംവിധാനം പ്രവർത്തനം നിലച്ചു. അപകടക്കെണിയൊരുക്കി ചൂണ്ടൽ ജംഗ്ഷൻ. മഴ കനക്കുന്ന സാഹചര്യത്തിൽ സിഗ്നൽ പ്രവർത്തനക്ഷമമല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പടിയൂർ പഞ്ചായത്തിലെ പപ്പാത്ത് മുറിഭാഗത്തെ ഷൺമുഖൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ജലമൊഴുക്ക് തടസ്സപ്പെട്ടു. മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഗുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ കോൺഗ്രസ് ഗ്രൂപ്പിന്റെ പോര്. ഐ ഗ്രൂപ്പ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ എ ഗ്രൂപ്പിന്റെ ബാങ്ക് ചെയർമാൻ KD വീരമണി പുറത്തായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 640 രൂപ വർദ്ധിച്ച് 72,800 രൂപയിലെത്തി. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി മുൻ ചെയർമാൻ മലപ്പുറം പയ്യനാട് സ്വദേശി സജീഷ് കുമാറാണ് പിടിയിലായത്. പെരുവല്ലൂരിൽ ഓട്ടോറിക്ഷയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കാക്കശ്ശേരി സ്വദേശി അനന്തം വീട്ടിൽ 48 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കൂരിക്കുഴി പന്നംപള്ളി മോസ്കോ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് പരാതി. BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് VC ഡോക്ടർ P രവീന്ദ്രന് പരാതി നൽകിയത്. CITU കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായി EG സുരേന്ദ്രനെ തെരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂരിൽ നടന്ന ഏരിയ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം A സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിട്ട് കൊടകര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര പച്ചക്കൃഷി യജ്ഞം തുടങ്ങി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. സ്വീകരണ സമ്മേളനം കോൺഗ്രസ് നേതാവ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല കാട്ടുകുളം പൂതനക്കര റോഡിൽ വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി വൻകുഴികൾ. അടിയന്തരമായി കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. എക്സൈസ് വകുപ്പ് വടക്കാഞ്ചേരി റേഞ്ചും മച്ചാട് ഗവൺമെന്റ് സ്കൂളും സംയുക്തമായി ലഹരി വിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. കാരമുക്ക് SNGS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിമുക്തി മിഷനുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കൂരിക്കുഴിയിൽ പെരുന്നാൾ പൊലിവ് അയൽപ്പക്ക സംഗമം നടത്തി. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. BLA ജില്ലാ കോർഡിനേറ്റർ KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു.
കടങ്ങോട് പഞ്ചായത്തിലെ വിരമിച്ച അങ്കണവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. കൂടക്കുഴി അങ്കണവാടിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെ പരിസ്ഥിതി വാരാഘോഷം നടന്നു. പഴയന്നൂർ വില്ലേജ് ഓഫീസർ PM രജനി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഗ്രാമം വോളി ഗ്രാമം കൂട്ടായ്മയും ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് നടത്തിയ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. മുൻ ഇന്ത്യ വോളിബോൾ ക്യാപ്റ്റൻ മൊയ്തീന നൈന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വയോജനങ്ങൾക്കായി പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോന്നിക്കര പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ ആയുർവേദ ക്യാമ്പ് നടത്തി. പാടൂരിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് NCP പതാക ദിനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. PK സുബ്രഹ്മണ്യൻ, ജോസ്, ജിത്തു, അജിത എന്നിവർ നേതൃത്വം നൽകി. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് നിരവധി പേർ മരിച്ചത് രാജ്യത്തിന് വേദനയായി. വിമാനത്തിലുണ്ടായിരുന്നത് ജീവനക്കാർ അടക്കം 242 പേർ. മാള സിനഗോഗിന്റെ തകർച്ച സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടും പഞ്ചായത്ത് നടപടിയെടുത്തില്ലെന്നും നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്നും ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. യഹൂദ സിനഗോഗിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരായ മാള പഞ്ചായത്ത് അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഉപേക്ഷിച്ച നിലയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3 കിലോ 700 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച വെങ്കിടങ്ങ് തോയ്ക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദിന്റെ ഭാര്യ ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും വീട് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സന്ദർശിച്ചു. DCC സെക്രട്ടറിമാരായ CM നൌഷാദ്, KK ബാബു, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. കോൺഗ്രസ് CPM അംഗങ്ങൾ ഒത്തുകളിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന ഹൈസ്കൂൾ അക്കാദമിക് കലണ്ടർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അശാസ്ത്രീയവും അപ്രയോഗ്യവുമായ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നാട്യകല തൃശിവ പേരൂരിന്റെ ബാനറിൽ നിർമ്മിച്ച മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. സർക്കാരിന്റേത് അധ്യാപക ദ്രോഹ നടപടിയാണെന്ന് ആരോപിച്ച് KPSTA പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ നാളെ. ദിവ്യബലിക്ക് വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാവറട്ടി പഞ്ചായത്ത് സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗം ജില്ലാ കോർഡിനേറ്റർ സനീഷ് തൃശൂർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് PA ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.